ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു നോട്ടീസ് EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഈ സ്കൂളുകളിലേക്കുള്ള TGT PGT നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതിന്റെ എക്സാം ഡേറ്റ് ഡിക്ലെയർ, അതായത് ടയർ 1 രണ്ട് ടയറുകളിലായിട്ടാണ് എക്സാം നടത്തുന്നത്. ആ ഫസ്റ്റ് ടയറിന്റെ എക്സാം ഡേറ്റ് അവർ ഡിക്ലെയർ ചെയ്തതുമായിട്ട് ഒരു ഇന്റേണൽ CBSEയുടെ ഒരു ഇന്റേണൽ നോട്ടീസ് വന്നു. അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ള എക്സാമുകളിൽ ധാരാളമായിട്ട് ഇത്തരം ഫേക്ക് നോട്ടീസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആ രണ്ട് വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു. ആദ്യം അത് നോട്ടിഫൈ ചെയ്തു, രണ്ടാമത്തെ വീഡിയോയിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിരുന്നു. നമ്മുടെ ക്ലാസ്സുകളിലും ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് EMRS എന്ത് ചെയ്തിരിക്കുന്നു? ടയർ 1 എക്സാമിന്റെ ഡേറ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, റിയൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ സൈറ്റിൽ ടയർ 1 എക്സാമിന്റെ ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇതാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വെബ്സൈറ്റ് നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്. അതിൽ ESSE 2025 ന്യൂ നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ആ നോട്ടിഫിക്കേഷനിലെ പേജിലെ ഫസ്റ്റ് 4ാമത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നോട്ടീസ് റിഗാർഡിംഗ് ടയർ 1 എക്സാമിനേഷൻ ഓഫ് ESSE 2025 10/10/2025 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. അതായത് ഇന്ന് ഇപ്പോൾ കുറച്ച് നിമിഷം മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്നാണ് എന്നുള്ളതിന് ഒരു എക്സൈറ്റ്മെന്റും വേണ്ട. പഴയ ഡേറ്റ തന്നെയാണ്, ആ ഇന്റേണൽ നോട്ടീസിലൂടെ വന്ന ഡേറ്റ തന്നെയാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് പറയുകയും വേണം. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ പരാമർശിക്കുകയും ഞാൻ ചെയ്യാം. അതിന് സെപ്പറേറ്റ് വീഡിയോയുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതെന്തൊക്കെയാണെന്നും കൂടി ഞാനിവിടെ പറയാം. ഒന്ന്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണമോ? വേണ്ട, സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ട. നിങ്ങൾ നോൺ ക്രിമിലിയർ ആയിട്ടുള്ളവർ അത് വാങ്ങിക്കാൻ വേണ്ടി കിടന്ന് ഇപ്പോഴും നെട്ടോട്ടം ഓടണ്ട. അതിന് ആപ്ലിക്കേഷൻ കൊടുക്കൂ. അത് നിങ്ങൾക്ക് ടയർ 1 കഴിഞ്ഞ് ടയർ 2 കഴിഞ്ഞു അടുത്ത സെഷനായ DV ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് മാത്രം അതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരേ ഒരു രേഖകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ്. ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത്, നിങ്ങൾ EMRS അപ്ലൈ ചെയ്യുമ്പോൾ എക്സാം സെന്റർ ഇതിൽ കൊടുക്കണമോ? EMRS അപ്ലൈ ചെയ്യുമ്പോൾ എക്സാം സെന്റേഴ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ റിസൈഡിങ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും കൊടുത്താൽ മതി. ആ അഡ്രസ്സിൽ പറയുന്ന സ്ഥലങ്ങൾക്ക് അനുചിതമായിട്ടുള്ള എക്സാം സെന്റേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ആരെങ്കിലും ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ വിളിച്ചിട്ടുള്ള DSSP ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് ബോർഡ്, അതിന്റെ PRTയും കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു, ഇപ്പൊ TGTയും വിളിച്ചു. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എക്സാം സെന്റേഴ്സ് കൊടുക്കണം. ആ ഒരു ഡൗട്ട്സ് ആണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് കരുതുന്നു. മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമുക്കറിയാം നിങ്ങൾക്ക് TGT PGT കമ്പ്യൂട്ടർ സയൻസ് EMRSൽ അപ്ലൈ ചെയ്യാനായിട്ട് BSc കമ്പ്യൂട്ടർ സയൻസോ MSc കമ്പ്യൂട്ടർ സയൻസോ BTech, അതായത് ഡിഗ്രി ഉള്ളവർക്ക് TGTയും PGTയും അപ്ലൈ ചെയ്യാം. B.Ed വേണ്ട. അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണോ B.Edന്റെ സ്ഥലം വരുന്നിടത്തെല്ലാം നിങ്ങളുടെ UG PG ക്വാളിഫിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. B.Edല്ലല്ലോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അതാണ് അടുത്ത സംശയം ചോദിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അടുത്തത്, അപ്പം ആ സംശയങ്ങൾക്കെല്ലാം അറുതി വന്നു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, കാരണം ഡേറ്റ് പറയുന്നതിൽ പുതുമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ ചാടിക്കേറി ഡേറ്റ് പറയാൻ നിൽക്കാത്തത്. ഓക്കെ, അപ്പൊ ഒഫീഷ്യൽ ആയതുകൊണ്ട് നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ആ ഒരു കാര്യം. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, ഒഫീഷ്യൽ നോട്ടീസ് കുറച്ചുകൂടി വലുതാക്കി കാണാം. ഓക്കെ, അതായത് നെക്സ്റ്റ് ഹാസ് നോട്ടിഫൈഡ് ഫോർ ദ റിക്രൂട്ട്മെന്റ് ഓഫ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്. നെക്സ്റ്റ് ഹാസ് നോട്ടിഫൈഡ് ഫോർ ദ മീൻസ് നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്. ഓക്കെ, recruitment of teaching and non-teaching staff for EMRS through ESSE 2025. In this regard, it is intimated that Tier 1 exam scheduled for 13th December. Okay, 13th December 25. അതുപോലെ തന്നെ
14th December 25, 14th December 25, 14th December 25, and 21st December 25, 21st December 25. അപ്പൊ 13, 14, 21 ഈ 3 ഡേറ്റുകളിലായിട്ടാണ് എക്സാംസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. താഴെ അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാവുന്ന സംശയമാണ്. പോസ്റ്റ് വൈസ് ആൻഡ് ഷിഫ്റ്റ് വൈസ്, അതായത് നമുക്ക് ടീച്ചിങ് മാത്രമല്ല നോൺ ടീച്ചിങ്ങും ഉണ്ട് അല്ലെ. അതിൽ പോസ്റ്റ് വൈസ്, ഷിഫ്റ്റ് വൈസ് എക്സാം ഷെഡ്യൂൾഡ് വിൽ ബി ഡിസ്പ്ലേഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതായത് നിങ്ങളുടെ പോസ്റ്റ് വൈസ് ആയിട്ടുള്ള TGT, PGT, നോൺ ടീച്ചിങ് ഫീമെയിൽ വാർഡൻ, ലാബ് അറ്റൻഡന്റ്, JSA, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നോൺ ടീച്ചിങ് പോസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ പോസ്റ്റ് വൈസ് ആയിട്ടുള്ളതും ഏത് ഷിഫ്റ്റിലേക്കാണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നതെന്നുള്ളതായിട്ടുള്ള ഡേറ്റ്, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിള് നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് October 23 ആണ്. ആ October 23 ശേഷം ഒഫീഷ്യൽ ആയിട്ട് അവര് അറിയിക്കുന്നതായിരിക്കും നിങ്ങളോട്. ഓക്കെ, ഇതാണ് ആ ഒരു ഒഫീഷ്യൽ ഡേറ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ഡൗട്ട്സ്, ക്ലാസ് ഉണ്ടോ എന്നാണ്. ക്ലാസ് ഉണ്ട്, ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അതിന്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ നമ്പറിൽ, അതായത് 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളുണ്ട്, KVS NVS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിങ്കുകളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്ത് ചെയ്യുക, ഈ നമ്പറിൽ 77 36, ഓക്കെ, 77 36 75 04 73 പറയുന്ന ഈ നമ്പറിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ രാവിലെ 6 AM മുതൽ പിറ്റേന്ന് രാവിലെ 3 AM വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാം. നമ്മുടെ ക്ലാസ്സിന്റെ ടൈമിലും ഈ ഒരു ടൈം തന്നെയാണ് വരുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും പേഴ്സണൽ മെന്ററിങ്ങും എല്ലാം ഈ ഒരു ടൈം ബീങ്ങിനുള്ള ഇത്രയും സമയം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സുകൾ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളാണ്. ജോലി ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ലൈവ് ആണ്, എന്നാലും അതിന്റെ എല്ലാ ലൈവ് ക്ലാസ്സുകളുടെയും റെക്കോർഡഡ് നിങ്ങൾക്ക് കിട്ടും, റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കിട്ടും. അതുപോലെ തന്നെ NCERT ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ്, PDF നോട്ട്സ്, അത് എല്ലാം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം, PDF നോട്ട്സ്. അതോടൊപ്പം തന്നെ ഈ ഓരോ നമുക്ക് പാർട്ട് TGT ആയിക്കോട്ടെ, PGT ആയിക്കോട്ടെ, നോൺ ടീച്ചിങ് ആയിട്ട് 6 പാർട്ടുകളായിട്ടാണ് നമ്മുടെ സിലബസ് കിടക്കുന്നത്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതിൽ ഓരോ പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം 8000ഓളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ 8000 PYQs നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. PYQ മീൻസ് ക്വസ്റ്റ്യൻ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് ഓരോ പാർട്സ്, അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 48,000ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ടയർ 1 എന്നല്ല ടയർ 2 വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംശയമില്ല. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പം നമ്മുടെ ക്ലാസ്സിലുള്ളവർ ഞെട്ടത്തില്ല, ഡേറ്റ് മുന്നേ ഞാൻ പറഞ്ഞതാണ് ഡിസംബർ ജനുവരി കാണുമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ അധികം താമസിക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യം. ഇനി ഞെട്ടുന്നവരും സ്ട്രെസ്ഡ് ആവണ്ട, ടെൻഷൻ അടിക്കേണ്ട, ഒന്നുമില്ല. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, വളരെ ഫ്രീ ആവുക. നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയ ആ ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടി ഉയർത്തുക. ഓക്കെ, ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ റെയിൽവേക്ക് പഠിക്കാനിരുന്നു, റെയിൽവേ ടീച്ചറിന് പഠിക്കാനിരുന്ന പോലെ വളരെ നിസ്സാരമായിട്ടായിരിക്കും ഇരുന്നിട്ടുള്ളത്. പക്ഷെ കുറച്ച് സീരിയസ് ആവുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു 5 മണിക്കൂർ ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 6 or 7 മണിക്കൂർ കൂടുതലായിട്ട് എടുക്കാനായിട്ടുള്ള ശ്രമം തുടരുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കാൻ ആരംഭിക്കുക. അത് ഹാർഡ് വർക്കും ചെയ്യണം. ഹാർഡ് വർക്ക് മാത്രം ചെയ്യാൻ പോരാ, ഹാർഡ് വർക്കിന്റെ കൂടെ നിങ്ങൾ സ്മാർട്ട് വർക്കും കൂടി ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിലബസിൽ കിടക്കുന്ന ചിലർക്ക് മാത്സ് സബ്ജക്ട് പഠിച്ചവർക്ക് മാത്സോ അല്ലെങ്കിൽ റീസണിങ്ങോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ടയർ 1 സംബന്ധിച്ചിടത്തോളം നമുക്ക് 30% മാർക്ക് മതി ടയർ 2ലേക്ക് പാസ്സാകാൻ. ടയർ 1 എന്ന് പറയുന്നത് ജസ്റ്റ് എലിജിബിലിറ്റി എക്സാം മാത്രമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 100 മാർക്കിൽ 15 മാർക്ക് റീസണിങ് ആണെങ്കിൽ അത് തീരെ പഠിക്കാൻ പറ്റാത്തവർ, കാരണം റീസണിങ് എബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇന്നേറ്റ് എബിലിറ്റി ആണ്, ഒരു ആർജിതമായിട്ടുള്ള കഴിവാണ്. അത് നമ്മൾ പരിപോഷിപ്പിച്ച് കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്യാം, 100% ആകത്തില്ല.
അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ അതിൽ കിടന്ന് പിടിക്കാതെ ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറായി ഉള്ള 80 മാർക്ക് താഴെ കിടക്കയില്ലേ, ഈ 80% മാർക്കിൽ 80 മാർക്കിൽ നിങ്ങൾ അത് ശ്രമിച്ചാൽ മതി. ഷുവറായിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. 30 മാർക്കല്ലേ വേണ്ടു. ഓക്കെ, അപ്പം അങ്ങനെ അപ്പൊ നിങ്ങൾ ആ സ്മാർട്ട് വർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന എല്ലാം പെട്ടെന്ന് പഠിച്ചു തീർക്കുക. അതിനുവേണ്ടി നമ്മുടെ ചാനലിൽ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബേസിൽ പറഞ്ഞ 8000 പാർട്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നോട്ട്സ്, പിന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, 1-2 ദിവസമായിട്ട് കുറച്ച് ഇഷ്യൂസ് ആയിട്ട് നമുക്ക് റെഗുലർ ക്ലാസ് വന്നിട്ടില്ലായിരുന്നു, റെക്കോർഡ് കിട്ടിയിരുന്നു. ഇന്നു മുതൽ നമുക്കതും വരും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, ഈ ടീച്ചിങ് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത UG-ക്കാര്, അതായത് ഡിഗ്രി ഉണ്ട്, BEd ഉണ്ട് പ്ലസ്, പക്ഷേ കേറ്ററ്റ് ഉണ്ട്, കേറ്ററ്റ് 3 ഉണ്ട്. ബട്ട് കേറ്ററ്റ് 3 അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. TGT അവർക്ക് സീറ്ററ്റ് ഇല്ല. സീറ്ററ്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. സീറ്ററ്റ് ഇല്ലാത്തതുകൊണ്ട് വിഷമം. വയസ്സുണ്ട്, 35 വയസ്സ് കഴിഞ്ഞിട്ടുമില്ല, 35 വയസ്സിന് ഇടയിലാണ് ഉള്ളത്. അത്രയും കുട്ടികൾ നിൽക്കുന്നു. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ ചാൻസ്. ഡിഗ്രി ഉണ്ട്, BEd ഉണ്ട് എങ്കിൽ ഈ BEdും വേണ്ട. നിങ്ങൾ +2 ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് വെറും ഡിഗ്രി ഉണ്ടെങ്കിൽ ധാരാളം പോസ്റ്റ് ഈ നെക്സ്റ്റ് വിളിച്ചിരിക്കുകയില്ല, EMRS വിളിച്ചിരിക്കുക, നോൺ ടീച്ചിങ്, അതില് ഫീമെയിൽ വാർഡൻ, ധാരാളം പോസ്റ്റ് ഇല്ലേ, അപ്ലൈ ചെയ്യൂ. JSA അപ്ലൈ ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വളരെ സിമ്പിൾ എക്സാം, ടൈം ടേബിൾ, നിങ്ങൾക്ക് ക്ലാസ്സസ് കൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാല് ഈ ഫീമെയിൽ വാർഡനോ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റോ ലാബ് അറ്റൻഡോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് നെക്സ്റ്റ് ടേമില് EMRS വിളിക്കുമ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സീറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ട്രാൻസ്ഫർ വഴി ഉള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ടീച്ചറായിട്ട് മാറാം. സിമ്പിൾ ആയിട്ട് ഒരു 1-2 വർഷം കൊണ്ട്. വളരെ സിമ്പിൾ ആണ് അങ്ങനെ ടീച്ചിങ് പാഷൻ ആയിട്ടുള്ളവർക്ക്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ നോൺ ടീച്ചിങ് പോസ്റ്റും കൂടി അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് എന്റെ എളിയ അഭ്യർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിൽ കുറിക്കുക, ടെൻഷൻ ആവണ്ട, ഫ്രീ ആവുക, മൊത്തം ഫ്രീ ആവുക, സമാധാനമായിട്ട്, നന്നായിട്ട്, ആത്മാർത്ഥമായിട്ട്, ഡെഡിക്കേറ്റീവ് ആയിട്ട്, ഡിസിപ്ലിൻ ആയിട്ട്, നല്ലൊരു ഡിറ്റർമിനേഷനോട് കൂടി നിങ്ങൾ ഈ EMRSനെ പിന്തുടരുക, പഠിക്കുവാൻ ആരംഭിക്കുക. ഒരു വിഷമം വിചാരിക്കേണ്ട, ഒരു ടെൻഷനും വേണ്ട, ഒരു സ്ട്രെസ്സും വേണ്ട. ബി ഹാപ്പി ആൻഡ് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്നുള്ള പഠനം ആരംഭിക്കുക. ഉറപ്പായിട്ടും ഈ ടയർ 1 എന്ന് പറയുന്ന 30 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റുന്ന ലാംഗ്വേജ് പ്രൊഫഷൻസിക്ക് TGTക്ക് 12 മാർക്കും PGTക്ക് 8 മാർക്കും വാങ്ങിച്ച് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എക്സാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ മനസ്സിലാകാത്തതായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും ഒക്കെ മനസ്സിലാകാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ വാട്സപ്പ് മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ്. ഒരിക്കലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് തിരക്കോടുകൂടി ഓടിപ്പിടച്ച് ചാടിപ്പിടച്ചൊന്നും കയറി അപ്ലൈ ചെയ്യാൻ പോകരുത്. കംപ്ലീറ്റ് തെറ്റിപ്പോകും. ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവസരം ലഭിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള അവസരം ജീവിതത്തിൽ ഒരു തവണയേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ വളരെ സമാധാനമായിരിക്കുന്ന സമയത്ത്, വളരെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്, വളരെ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് പോയി ഇരുന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ പുറത്തു പോയി അപ്ലൈ ചെയ്യുന്നവര്, കഫേയിലൊക്കെ പോയി അപ്ലൈ ചെയ്യുന്നവര്, നിങ്ങൾ പുറത്ത് നിൽക്കുകയും ഒരു ചേച്ചി അപ്പുറത്തിരുന്ന് അവർക്കൊന്നും അറിഞ്ഞും കൂടാ അവരെന്തൊക്കെ നിങ്ങളോട് ചോദിച്ച് അവിടെ കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു രീതി മാറ്റുക. അങ്ങനെ നിങ്ങളും കൂടി അടുത്തിരുന്ന് വായിച്ചു നോക്കി നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്ന കഫേകളിൽ പോയിരുന്ന് ചെയ്യുക. അല്ലാതെ റെയിൽവേക്ക് അപ്ലൈ ചെയ്ത് തെറ്റ് വരുത്തിയതുവരെ നിങ്ങളുടെ ഡോക്യുമെന്റ് കൊണ്ട് കൊടുത്തിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് തോന്നിയത് അവർ ചെയ്തു വയ്ക്കും. നിങ്ങളുടെ ഈ പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓർക്കുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.